ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിയിലത്രേ തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമീ ലോകെ ഞാനാകിലും സന്തനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാർഗിൽ എത്തും. സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം ജീവിതം. ലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭായോഗത്തിൽ ഉള്ള ശിഷ്യന്മാരായ ദൈവദാസനോട് ദൈവമക്കളോടൊപ്പമായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട ഈ സാവകാശത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത്. അവർക്കറിയാം, അക്ഷൻ്റെ പിതാവാണ്. ഞാൻ ഒരാഴ്ച എത്തിച്ചേർന്നിട്ട് ഒട്ടവയിലായിരുന്നു. മകൾ അവിടെയുണ്ട്, അവളൊപ്പമായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കടന്നു വന്നത്. കർത്താവ് വെച്ചാൽ അടുത്ത മാസം 23-ാം തീയതി ഞാൻ മടങ്ങിപ്പോകും. ഇവിടെയുള്ള ദൈവസഭയിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അവരെ സ്നേഹിക്കുന്ന, അവരെ കരുതുന്ന, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മുഖപരിചയമുള്ള ഒത്തിരി പേരില്ല, എന്നാൽ ചുരുക്കം ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർക്കുന്നു. പ്രിയ ബ്ലസൻ കുടുംബം, അവർ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. വളരെ നീണ്ട വർഷങ്ങളുള്ള ആത്മീയ സ്നേഹവും ബന്ധവും പ്രിയപ്പെട്ടവരുമായിട്ട് എനിക്കുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗ്രേസൻ, എൻ്റെ മകളോടൊപ്പം ചില നാളുകൾ ഒന്നിച്ച് വർക്ക് ചെയ്താണ്. എഴുത്തുപരയുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. പ്രിയ തോമസ് അങ്കിളിനെ ഓർക്കുന്നു, പ്രിയ ജോൺസി പാസ്റ്ററെ ഓർക്കുന്നു. അപ്പോൾ തന്നെ ടിജോ പാസ്റ്ററുമായിട്ട് എനിക്ക് ഏതാണ്ട് 35-ൽ പരം വർഷങ്ങളായുള്ള ആത്മീക സ്നേഹവും ബന്ധവും ഞങ്ങൾക്കുണ്ട്. എൻ്റെ സുവിശേഷ വേലയുടെ ആരംഭഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ ആ ഗ്രാമത്തിൽ മടന്നമൺ അത്തിക്കയം ഒരു കൊച്ചു ഗ്രാമത്തിൽ ചെറിയ പ്രവർത്തനവുമായിട്ട് ചില നാളുകളായിരിക്കാൻ എനിക്ക് അവസരം നൽകി. അന്നു മുതലുള്ള ബന്ധം ഇന്നും നിലനിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഇവിടെ ശുശ്രൂഷയ്ക്ക് ഈ സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. ആ കാര്യങ്ങളൊക്കെ ഓർത്താൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ അഷറിൻ്റെ സിസ്റ്റർ മൂത്ത മകൾ അക്സ അവിടെ ആയിരിക്കുമ്പോഴാണ് അവൾ ജനിക്കുന്നത്. അന്ന് ഞാൻ തീവ്രമായ വിശ്വാസ അനുഭവത്തിലായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ വള്ളിക്കോട് കോട്ടയം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കൊച്ചു കർഷക കുടുംബത്തിലാണ് ഞാൻ മൂത്ത മകനായിട്ട് ജനിച്ചത്. എൻ്റെ വിദ്യാഭ്യാസാനന്തരം ജോലിയുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നത്. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കും. ഞാൻ ഓർത്തഡോക്സ് കുടുംബത്തിലായിരുന്നു. യമുനാ നദിയിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. ആ ആരംഭ സമയങ്ങളൊക്കെ ഓർക്കുവാൻ ഒത്തിരിയുണ്ട്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത എന്ന് പറയുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാം, ചാണകം കൊണ്ട് തറ മെഴുകുന്ന ഒരു ഭവനമാണ് അന്ന് എനിക്ക് പാർക്കുവാനായിട്ട് ലഭിച്ചത്. 35 പല വർഷങ്ങൾക്കപ്പുറമുള്ള കാര്യമാണ്. അവിടെയാണ് എൻ്റെ മൂത്ത മകൾ അക്സ ആ വീട്ടിൽ വെച്ചാണ് ജനിക്കുന്നത്. അന്ന് ഞാൻ
വിശ്വാസാനുഭവത്തിന് വേണ്ടി അന്ന് ചികിത്സിക്കുന്നതിനോ അല്ലെങ്കിൽ ആശുപത്രി പോകുന്നതിനോ എതിരല്ല. പക്ഷേ കർത്താവ് എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ളൊരു ചിന്തയും കരുതലും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ അനുഭവങ്ങളൊക്കെ, അതുകൊണ്ട് ആ ദേശവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അന്ന് ടിജോ പാസ്റ്റർ ഒരു കൊച്ചു ബാലനായിട്ട് 35 വർഷം അപ്പുറം നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആ അനുഭവങ്ങളിലേക്കൊക്കെ ഞാൻ കടന്നു പോകുന്നില്ല. വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. നല്ല ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, സംഘത്തിൻ്റെ ഭാഗങ്ങൾ എല്ലാത്തിനായിട്ട് കർത്താവ് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് പകൽ നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പുതുതായി സഭയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർക്കുന്നു. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്, അവരെ ഓർക്കുന്നു. ദൈവമാണെന്ന് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ചിന്ത പറഞ്ഞ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഇരുപാനായിട്ട് താല്പര്യപ്പെടുന്നു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 30-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം മാത്രം. 18-ാം സങ്കീർത്തനം മതി. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളൊരു വേദവാക്യമാണ് അല്ലേ? ഇന്ന് വായിച്ച സംഗീതത്തിൻ്റെ ഭാഗത്ത് ഈ വാക്യത്തോടനുബന്ധിച്ച് ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നമ്മളൊരു വഴിയാത്രക്കാരാണ്, ഒരു യാത്രയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്. ഒരു യാത്രയിലാണ് നാം എല്ലാവരും. എത്രയോ പാട്ടുണ്ട് യാത്രയെക്കുറിച്ച്. യാത്ര എന്ന് തീരും, അക്കരയ്ക്ക് യാത്ര ചെയ്യും, ഒത്തിരി പാട്ട്. യാത്ര ചെയ്യും, ഞാൻ ക്രൂശെ നോക്കി, ഒത്തിരി പാട്ടുകൾ നമുക്കറിയാം. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. ഒരു കാര്യം നിശ്ചയമാണ്, കുറേ ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയാൽ മതി. ഇനി മുൻപിൽ എത്ര യാത്ര ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നിശ്ചയമില്ല. അത് നിശ്ചയിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ നിശ്ചയമുള്ള കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആരാധനയിലും കൂട്ടായ്മകളിലും നമ്മുടെ വ്യക്തിപരമാകുന്ന അനുഭവങ്ങളിലും പ്രാപിക്കുമ്പോഴാണ് ഒരു ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി വ്യക്താക്കളായി നിൽപ്പാൻ നമുക്ക് ഇടയായിത്തീരുന്നത്. അതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പിന്നിട്ട പാതകൾ ഇവിടെ കർത്താവ് സംഗീതം വായിക്കുകയും കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുകയും ചെയ്തപ്പോൾ ഓർപ്പിച്ചു. അദ്ദേഹം വളരെ ഹൃദയവേദനയോടെ പല കാര്യങ്ങൾ പങ്കിട്ടു. എന്നെ ഒത്തിരി പുറകോട്ട കാര്യങ്ങളൊക്കെ ചിന്തിപ്പാനായിട്ടുള്ളതായി തീർന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഡ്യൂട്ടോണോമി 32:7. അതിൻ്റെ ഒരു കൊച്ചു വാക്യമാണ്, ഒരു ചെറിയ ഭാഗം. എനിക്ക് കാണാതറിയാം, എങ്കിലും എടുത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. മതി 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 ബ്ലോസം ബ്രദറെ. ഇന്ന് പകൽ അത് ഓർത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ദാസൻ ഇവിടെ പറഞ്ഞത്. എന്നെ ഒത്തിരി പുറകോട്ട കാര്യങ്ങൾ ചിന്തിച്ചു. പക്ഷെ ഓർക്കുവാൻ ദൈവമക്കളെ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം. ആ പിന്നിട്ട വഴി ഒത്തിരി സന്തോഷം തന്നില്ലായിരിക്കാം. പക്ഷെ ആ പാതയാണ് ഇന്ന് നമ്മെ ക്രിസ്ത്യ ജീവിതത്തിൽ നിലനിർത്തുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ധൈര്യം പകരുന്നത്, ഊർജം പകരുന്നത്, ദൈവം മതിയായവനാണെന്ന് കരുതുവാൻ ചിന്തിപ്പാൻ നമുക്കിടയായിത്തീരുന്നത് ആ വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് പറയുന്നത്, യെശയ്യാ പ്രവചനം 52 പറയുന്നുണ്ട്, നിന്നെ വെട്ടിയെടുത്ത പാറയിലൊക്കെ നോക്ക്. അബ്രഹാമിനോട് പറയുക, നിന്നെ കുഴിച്ചെടുത്ത കരികൽപ്പത്തിലേക്ക് നോക്ക്. ഞാൻ ആ ദൈവം ഇന്നും അനന്യനായ ദൈവമാ. ഇന്ന് പകൽ ദൈവമൈതലേ, നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും നമ്മെ പരിപാലിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. പിന്നിട്ട വഴിയിൽ മാത്രമല്ല, ഇനി മുൻപോട്ടുള്ള യാത്രയിലും ഈ കർത്താവ് മതിയായ കർത്താവാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് ഒരു 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 സംഭവത്തിലേക്ക് എൻ്റെ ചിന്തയെ തിരിക്കാനായിട്ടുള്ള യാത്ര. ഞാൻ ഒരു ഭാഗം വായിക്കുമ്പോൾ അല്പം കൂടെ കാര്യങ്ങൾ വിശദമാക്കാം. നമുക്കൊന്ന് വരാം. ലേവ്യ പുസ്തകത്തെ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കാം. സോറി, ഒരു ഭാഗം ഞാൻ നോക്കിക്കോട്ടെ. പെട്ടെന്ന് ദൈവാത്മാവ് ഒന്നാണ്. സംഖ്യാപുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3 മുതൽ. ശ്രദ്ധിക്കണം, എല്ലാവരും വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അവർ വഴിപാടായിട്ട് 2 പ്രഭുക്കന്മാർ. നിങ്ങൾ വിചാരിക്കും നാട്ടിൽ നിന്ന്
മറ്റൊന്നുമില്ല, വണ്ടിയും കാളയുമായിട്ട് ഒരു ഭാഷ വന്നിരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കണ്ട, അത് വായിച്ചാൽ മതി. നമ്മളിപ്പോൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്, ഇതിലെന്താ ഇവിടെ പ്രസക്തി എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. കർത്താവദാസൻ ഇവിടെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനെ ഓർപ്പിച്ചൊരു വാക്യമാണ്, ഓരോരുത്തൻ പ്രഭുക്കന്മാർ. എന്നോടൊപ്പം പറഞ്ഞ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഓരോ വണ്ടിയും, ഓരോരുത്തൻ, ഓരോ കാളയും, തിരുനിവാസത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അന്ന് ഈ സമർപ്പിക്കപ്പെടുന്ന സമയങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്, അവസരങ്ങളുണ്ട്. അവർക്ക് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കാം, കാളയെ പ്രതിഷ്ഠിക്കാം, പശുക്കിടാവിനെ പ്രതിഷ്ഠിക്കാം, ആട്ടുകൊരനെ പ്രതിഷ്ഠിക്കാം, ഒന്നുമില്ലാത്തവർക്ക് ഉറുമ്പ്രാവിനെ പ്രതിഷ്ഠിക്കാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. സമയത്തിന് വരുമെന്നുള്ള ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. അപ്പോൾ യഹോവ മോശയോട് അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ. അടുത്ത വാക്യം, അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവന്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം, മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. ശ്രദ്ധിക്കണേ, ലേവ്യരാണ് ശുശ്രൂഷ ചെയ്യുന്നത്, അവരാണ് പുരോഹിതന്മാർ, അവരാണ് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് കൊടുത്തു. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. 2 വണ്ടിയും 4 കാളയും വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. മെരാരിയർക്ക് കൊടുത്തു. അടുത്തത് യെസ്, അതാ വായിക്കേണ്ടത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കെഹാത്യർക്കോ അവൻ ഒന്നും കൊടുത്തില്ല. എന്താ അടുത്ത കാര്യം എടുത്തു പറയാൻ കാര്യം? അടുത്ത വാക്യം, അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. ഈ തോളിൽ ചുമക്കുന്നവന് ഒന്നും കിട്ടിയില്ലെന്ന്. നമ്മളവിടെ അടുത്ത ആഴ്ച വേറെ സഭ ഉണ്ടാക്കിയതിന്. പ്രൈസ് ദി ലോർഡ്. ഇവർ പ്രതീക്ഷിച്ചിരിക്കുക, വീതം വെച്ച് കൊടുക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ചു. ഒരു വണ്ടിയും 2 കാളയും മിക്കവാറും തീർച്ചയായും ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടും. ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെ മറുപടി കിട്ടിയില്ലെന്ന് വരും. കേട്ടോ, ഉപവസിക്കുന്നുടനെ മറുപടി കിട്ടിയില്ലെന്ന് വരും. അതിനർത്ഥം മറുപടി ഇല്ലെന്നല്ല. അങ്ങനെ വണ്ടിയും കാളയും തന്നുള്ള ഒരു വിടുതലല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഉത്തരം കിട്ടിയില്ലെന്ന് വരാം, മറുപടി ലഭിച്ചില്ലെന്ന് വരാം. അതിനർത്ഥം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നല്ല. മറ്റൊരു വിധത്തിലാ ദൈവം അതിനൊരു പരിഹാരം കൽപ്പിച്ചിരിക്കുന്നത്. എന്നും ഭാരം ചുമക്കാനല്ല, എന്നും തോളിൽ ചുമന്നുകൊണ്ട് നടക്കാനല്ല. 2 Chronicles 2 ദിനവൃത്താന്ത പുസ്തകം 35-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഇതിന്റെ മറുപടി അവിടെയുണ്ട്. 2 ദിനവൃത്താന്തം 35:3. പറഞ്ഞത് വിശുദ്ധ പെട്ടകം വെപ്പീൻ. ആണോ? ഇനി അത് നിങ്ങളുടെ തോളിന് ഭാരമായിരിക്കരുത്. എന്ന് താൽക്കാലികമായി വണ്ടിയിൽ വെച്ച് ചുമക്കാനല്ല, നിത്യമായി പെട്ടകം കൊണ്ട് ഇറക്കി വെക്കാൻ ഒരു സ്ഥലമാകുന്നിടം വരെ ഇത് നീ ചുമന്നേ മതിയാകത്തുള്ളൂ. ദൈവമക്കളെ, ചില ഉത്തരവാദിത്വങ്ങൾ, ചില വിഷയങ്ങൾ ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ തിരിച്ചറിയണം. കർത്താവ് അറിയാഞ്ഞിട്ടല്ല, കർത്താവ് അറിഞ്ഞു തന്നെ ദൈവം നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ അതിനുവേണ്ടി കാത്തിരിപ്പാൻ നമുക്കിടയായി തീരണം. ഇനി നീ ചുമക്കണ്ട, ഇനി നിന്റെ ഭാരം എന്നേക്കുമായി ഞാൻ മാറ്റുകയാണ്. ഒരു താൽക്കാലിക വിടുതലല്ല, ദൈവത്തിന്റെ ശാശ്വതമായ വിടുതൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ച് നമ്മെ പരിപാലിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകരം ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിശാചു പറയും, നിനക്ക് ഇനി നന്മയില്ല, ഇനി നിനക്കൊരു വിടുതലില്ല, നിന്റെ ഭാരം മാറത്തില്ല, നിന്റെ വേദന മാറത്തില്ല. ഇന്ന് പകൽ പറ, ഇല്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ഇടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, അത് താമസമില്ല, വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് പകൽ ഉറക്കെ പറയുവാൻ നമുക്കിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു ഭാഗം കൂടെ ഓർപ്പിക്കട്ടെ. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വന്നേ. ഞാൻ വേഗം ഈ സ്പീഡിൽ പോകുന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്, സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്നത്. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് വളരെ ഞാൻ പ്രത്യേകിച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. ശമൂവേലിൻ്റെ പുസ്തകം 1-ാം പുസ്തകം ഒരു വാക്യം എല്ലാവരും എടുത്ത് വായിക്കണേ. അതിന് 25-ാം അധ്യായം 6-ാം വാക്യം.
1 ശമൂവേൽ 25:6 എന്തോ പറഞ്ഞു? ഒന്നുകൂടെ വായിച്ചു, ആദ്യമായിട്ട് വായിച്ചേ. 6 വായിച്ചാൽ മതി. നന്നായി ഇന്ന് പകൽ പറ, അടുത്തിരിക്കുന്നവരോട് പറയണം, നമ്മോട് തന്നെ പറയണം. പിശാച് പറയും നന്നാവത്തില്ലെന്ന്. ഇനി നമ്മെ പഠിപ്പിച്ച സാർ ഒരുപക്ഷെ പറഞ്ഞു കാണും നീ ജീവിതത്തിൽ നന്നാവത്തില്ലെന്ന്. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് നീ ഇനി നന്നാകാൻ പോകുന്നില്ലെന്ന്. ഇന്ന് പൽക്കാലം ദൈവമക്കളെ ഒന്ന് പറഞ്ഞേ, നന്നായിരിക്കട്ടെ. തീർന്നില്ല, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ. ദൈവമക്കളെ ദൈവം നന്നാക്കാൻ പോകുകയാ. ചിലരെ ദൈവം നന്നാക്കിയെടുക്കും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നന്നാകത്തില്ലെന്ന് വിധി എഴുതിയ പലതിനെയും ദൈവം നന്നാക്കുന്ന ദിനങ്ങളായി ഈ സഭയ്ക്ക് അതൊരു പുതുക്കപ്പെട്ട അനുഭവമായി തീരട്ടെ. നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ കുടുംബത്തിനും നന്നായി. പിന്നെ തീർന്നില്ല, നിനക്കുള്ള സകലത്തിനും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ പ്രാർത്ഥന മുഖാന്തരം, ഈ ആരാധന മുഖാന്തരം, ഈ ഉപവാസ മുഖാന്തരം ദൈവം ചിലതിനെ നന്നാക്കാൻ പോകുകയാ, എന്നെയും നന്നാക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അതോലാസന ആ പാട്ടുകൂടെ പാടിയപ്പോഴെ കുറിച്ച് സന്തോഷമുണ്ടായി. സാധാരണ കല്യാണത്തിന് മാത്രമേ ആ പാട്ടിൻ്റെ അടി നമ്മളത് എന്താ പറയുന്നത് പരിഷ്കരിച്ച അത് പാടാറുള്ളൂ. സ്വൽപ്പുരമീ കരാറിൻ ആ പാട്ട് ഒത്തിരി നാളിന് ശേഷം അല്ലെ ഒന്ന് പാടാറുള്ളൂ. വിവാഹത്തിന് മാത്രമേ നമ്മളത് കേൾക്കാറുള്ളൂ. 4 വരി അത് നമ്മൾ പരിഷ്കരിച്ചുണ്ടാക്കി പാടുകയാണ്. നല്ല കാര്യമാണ്. ആ ഒത്തിരി അനുഭവത്തിലേക്ക് കടന്നുപോയി. പൂർവ്വ ദിവസങ്ങളെ ഓർക്കണം കേട്ടോ. കഴിഞ്ഞ കാലം എവിടെ ആയിരുന്നു എന്ന് ഓർക്കണം. നന്നാകത്തില്ലെന്ന് പലരും പറഞ്ഞത് ഓർക്കണം. എന്നാൽ നന്നാക്കിയത് ദൈവമാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിവുണ്ടാകണം, അറിവുണ്ടാകണം. ഈ അറിവില്ലായ്മയാണ് ജീവിതത്തിൽ ഏറ്റവും നമ്മെ പരാജയപ്പെടുത്തുന്നത്. അറിവില്ലായ്മയാണ്. അറിവ് വേണം. പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആരാണെന്ന് അറിയണം, എവിടെ ആയിരുന്നെന്ന് അറിയണം, ഇപ്പോഴെന്തായിരിക്കും അറിയണം, ഇനി എന്താകുമെന്ന് അറിയണം, നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അവർക്ക് അതൊന്നും അറിയാനല്ല താല്പര്യം. മലയാളികളെ നമ്മളെ സംബന്ധിച്ച് എന്താ ഇടുങ്ങിയ ചിന്താഗതിയാണ് നമുക്കുള്ളത്. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള ഒരു ഹിന്ദിക്കാരന് അവർ തമ്മിൽ കണ്ടാൽ ചോദിക്കും കൈസായെ. ഒരു ഇംഗ്ലീഷുകാരൻ ചോദിക്കും ഹൗ ആർ യു, നീ സുഖമായിരിക്കുന്നത്. അറബിയിലാണെങ്കിൽ കേഫാലൊക്കെ ചോദിക്കും. മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തോ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കതാ അറിയേണ്ടത്. ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെന്ന്? നമ്മൾ പറയും ഒന്നുമില്ലെന്ന്. അത് കേട്ടാൽ മതി, ഒരു സുഖമാണ് അല്ലേ. ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന്? നമ്മൾ കണ്ട ഉടനെ എന്താ ചോദിക്കുന്നത്? എന്താ ഉണ്ട്? അവൻ പറയും ഒന്നുമില്ലെന്ന്. ഇത് പറഞ്ഞ് എത്രയോ നാളുകളാണ് നമ്മൾ ചോദിക്കുന്ന കാര്യം. നമുക്കത് കേട്ടാൽ നല്ലൊരു സുഖമാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ. ആരും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഉണ്ടെന്ന്. ഒന്നും ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയണ്ട. ഇനി എല്ലാം ഉണ്ടെന്ന് പറയണം, സുഖമായിരിക്കുന്നു പറയണം, നന്നായിരിക്കുന്നെന്ന് പറയണം. തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴി, ആ വഴിയിൽ കൂടിയാണ് ദൈവം നമ്മെ നടത്തുന്നത്. അതാണ് ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചത്. ആവർത്തന പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ആവശ്യത്തോടനുബന്ധിച്ച് ചിന്തിപ്പാനായിട്ടുണ്ട്. ഒന്ന് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അവിടെ നിന്ന് 31 വാക്യം വായിച്ചേ. 1:31 ഡ്യൂട്ടോണമി. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ. ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യൻ, ഒരു പിതാവ്, ഒരു അപ്പൻ മകനെ വഹിക്കുന്നു. പണ്ടൊക്കെ നാട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം നീണ്ട സമയങ്ങളൊക്കെ നടന്നു പോകുന്നത്. കുഞ്ഞിനെയൊക്കെ തോളയിലെടുത്ത് ഒന്നിനെ ഏണയിലൊക്കെ എടുത്ത് ഇങ്ങനെ ചുമന്നോട് പോകുന്ന അനുഭവങ്ങൾ പഴയ കാലങ്ങളിലുണ്ടായിരുന്നു. അന്ന് വാഹന സൗകര്യങ്ങളില്ലാത്തൊരു കാലം ചുമക്കുക, തോളയിലെടുത്ത് വെച്ചോണ്ടാണ് പിള്ളേരെ കൊണ്ടൊക്കെ യോഗത്തിന് പോകുന്നത്. അപ്പോൾ ഒരു മകനെ പിതാവ് വഹിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. നിങ്ങൾ ഈ സ്ഥലത്ത് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുമ്പോൾ, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ നിമിഷം വരെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് തിരിച്ചറിയണം. നമ്മൾ സാക്ഷിയൊക്കെ പറയുമ്പോൾ പറയാറുണ്ടോ എന്നെ കൂടെ പ്രാർത്ഥന വഹിക്കണമെന്ന്. അവർ വഹിക്കത്തേ ഉള്ളൂ. ആ വഹിപ്പല്ല കർത്താവ് വഹിക്കുന്നത്. ദൈവമക്കളെ, ദൈവം ഒരുവനെ ചുമന്നാൽ അല്ലെങ്കിൽ ഒരു ശത്രുവിനും പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൈവം ഇന്ന് പകൽ ഇവിടെ എത്തുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത്. നടന്ന എല്ലാ വഴികളിലും ഏതൊക്കെ വഴിയാണ് നടന്നത് ഓർക്കുന്നുണ്ടോ? ഇസൈനോട് ആ 32:7 പൂർവ്വ ദിവസങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നും അതിനകത്തുനിന്ന് മാറ്റാനില്ല. മാറായിക്കൂടെ നടന്നത്, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടത്, പുറപുറത്ത അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കണം.
പൂർവ്വ ദിവസങ്ങൾ ഓർക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളാണ്. ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതല്ല. മുമ്പ് സിഗ്നലിനെ കുറിച്ച് കഥാദാസനോട് ഓർപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണം. അതിനാ സംഗീതത്തിൽ സേല വെച്ചിരിക്കുന്നത്. ഒത്തിരി ചിന്തകളുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. യോസേഫൊന്നും അടങ്ങിയിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പാട്ട് പാടുമ്പോൾ അറിയാതെ കൈയടിച്ചു പോകും, അറിയാതെ ദൈവത്തെ ആരാധിക്കും, അറിയാതെ വാതുറക്കും, അറിയാതെ സ്തുതിയും സ്തോത്രവും നമ്മിൽ നിന്ന് പുറപ്പെടും. ഹൃദയം നിറയുമ്പോൾ കണ്ണും നിറയും. ഹൃദയം നിറയാത്തതാണ് കണ്ണു നിറയാത്തതിൻ്റെ കാരണം. കരഞ്ഞിട്ട് എത്ര നാളെ അവസാനം കരഞ്ഞതെന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പം കരയേണ്ട ആവശ്യമൊന്നുമില്ല, ഉപവസിക്കേണ്ട ആവശ്യമില്ല. എല്ലാം സമൃദ്ധിയായി നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നുമില്ലാഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെ ഓർക്കണമെങ്കിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നു, നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടുത്തെ മിസ്രൈമിലെ അടിമപ്പണി ഓർക്കണം, ഫറവോന്റെ പീഡനം ഓർക്കണം, ആരാധനയില്ലാഞ്ഞത് ഓർക്കണം. ഇതൊക്കെ ഓർത്തിട്ട് ഇപ്പോഴായിരിക്കുന്ന ഈ അനുഭവത്തെ ഓർത്ത് നന്ദി പറയണമെങ്കിൽ ആ അനുഭവങ്ങൾ ഓർക്കുന്നവരായിരിക്കണം. ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്, തികവുള്ള വഴിയാണ്. പിന്നെ നാം ചോദിക്കും, എന്തുകൊണ്ടാണ് തികവുള്ള വഴിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ പ്രതിസന്ധികൾ, ഈ പ്രശ്നങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. ദൈവമക്കളെ, ദൈവം ഒരു ദൈവവേദനെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പരാതികളെല്ലാം മാറും. ദൈവത്തിൻ്റെ സ്തോത്രം. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവജനത്തിന് വളരെ വേഗം കനാനിൽ വാഗ്ദത്ത നാട്ടിൽ ചെന്നു ചേരാമായിരുന്നു. നമുക്കറിയാം, ദൈവജനം നന്നായി അറിയുന്ന പ്രിയപ്പെട്ടവരാണ് എൻ്റെ ശ്രോതാക്കളിൽ നിന്ന് നല്ല നിശ്ചയം എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ സഭായോഗങ്ങൾ, ഇവിടുത്തെ മീറ്റിങ്ങുകളൊക്കെ പലപ്പോഴും ലൈവിൽ കാണാറുണ്ട്, യൂട്യൂബിൽ കാണാറുണ്ട്. അതുകൊണ്ട് നന്നായി ദൈവജനം സൂക്ഷിക്കുക ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം. ഒരു വാക്യം കൂടെ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17-18. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം, കണ്ടോ, ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് അവിടെ ഉണ്ടായിരുന്നു, എളുപ്പ വഴി ഉണ്ടായിരുന്നു. വളരെ വേഗം അവർക്ക് അവിടെ ചെല്ലാമായിരുന്നു, ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ആ കവികളിലൊക്കെ നോക്കിയാൽ ഒരു വീട്ടിൽ കയറുന്നാൽ ആ മുറ്റത്തോട് അടുത്ത വീട്ടിൽ കയറാം, അവരുടെ പറമ്പിൽ കൂടെ കയറി അപ്പുറത്ത് കയറാം, അതുവഴി ഇപ്പുറത്തോട്ട് കയറാമായിരുന്നു. ഇപ്പം എങ്ങോട്ടും കയറാൻ പറ്റുകയില്ല, എല്ലാ വഴിയും അടച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെയും പുതുവഴി തുറക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. അന്ന് ഇഷ്ടം പോലെ വഴിയാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ് വഴി. അന്ന് വേലയില്ല, ഗേറ്റില്ല, മതിലില്ല, ഒന്നുമില്ല. ഇന്ന് ഇതെല്ലാം ആയപ്പോൾ പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു. അന്ന് ഒരു വീട്ടിൽ കയറിയ 10 വീട്ടിലെങ്കിലും ആ ഒറ്റ വഴിയെ കൂടെ നമുക്ക് ചെല്ലാമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വഴിയില്ലാത്ത ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നു നിങ്ങളെ നടത്താൻ, അതൊരു എളുപ്പ വഴിയായിരുന്നു. പക്ഷെ എന്താ അതിനെ കൊണ്ടുപോകാൻ ചെന്നറിയാമോ? വായിച്ചോട്ട്. യുദ്ധം കാണുമ്പോൾ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ദൈവം ആ വഴിയെ കൊണ്ടുപോകാഞ്ഞതിനും ഒരു നന്മ നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയണം. പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടക്കാതിരുന്നതിൻ്റെ പിന്നിൽ ഒരു നന്മയുണ്ട് നമ്മൾ തിരിച്ചറിയണം. ആ വിഷയം എനിക്ക് തരാതിരുന്നതിൻ്റെ പുറകിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ദൈവമക്കളെ, മർദ്ദഖായിയെ പോലെ, എസ്തേറിന്റെ ജീവിതം നാം പഠിക്കുന്നത് പോലെ ഒരുപക്ഷെ പെട്ടെന്നൊന്നും കിട്ടിയില്ലെന്ന് വരാം. മൊർദെഖായി ചെയ്ത ഒരു വലിയ കാര്യമാണ്. രാജാവിന് ഒരു അറിവ് കൊടുത്തു, രാജാവിന് ജീവൻ രക്ഷിച്ച സംഭവം. പക്ഷേ പുസ്തകത്തിൽ അത് എഴുതി വെച്ചതല്ലാതെ ഒന്നും കിട്ടിയില്ല. അന്ന് വല്ലതും കൊടുത്തായിരുന്നെങ്കിൽ എന്ത് കൊടുക്കുമായിരുന്നു? ഒരു പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു എന്താ പറയുന്നത്, പൊന്നാട അണിയിച്ച് ഒരുപക്ഷെ ഒരു സ്വീകരണം കൊടുക്കുമായിരുന്നു. അതിൽ കൂടെ ഒന്നും കിട്ടത്തില്ല. പക്ഷെ ചിലത് മുടക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, നന്മ നിന്റെ പുറകെ ആയുഷ്കാലമൊക്കെ പിന്തുടരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ആ രാജാവിന് ഉറക്കം വരാത്ത രാത്രി ഇപ്പോഴാ ദൈവമക്കളെ സമയമായത്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മടുത്തു പോകരുത്, പ്രയാസപ്പെടരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. കാത്തിരുന്നാൽ മതി, ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മൊർദെഖായിക്ക് അറിയാം, അല്ലെങ്കിൽ
ഹല്ലേലൂയ. ഈ കാലത്തിന് വേണ്ടി ദൈവം ചിലത് കരുതി വച്ചിരിക്കുക. ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയില്ലെന്ന് വന്നേക്കാം, പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല എന്ന് വന്നേക്കാം. സാരമില്ല, ഭാരപ്പെടേണ്ട. ദൈവം ശ്രേഷ്ഠമായത് കരുതി വച്ചിട്ടുണ്ട്. യുദ്ധം കാണുമ്പോൾ മടങ്ങി പോകുമെന്ന് വിചാരിച്ചാണ് ദൈവം ആ വഴിയെ കൊണ്ടുപോകാതിരുന്നത്. നമുക്കറിയില്ല ഏത് വഴിയിൽ കൂടിയാണ് അവിടെ ചെല്ലേണ്ടത് എന്ന് നമുക്ക് നിശ്ചയമില്ല. നമ്മളൊക്കെ ഈ വഴിയാത്രയിൽ ഓരോ ദിവസവും പിന്നിടുന്നവരാണ്. 107 സങ്കീർത്തനം ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാനാണ് താല്പര്യപ്പെടുന്നത്. 107 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. ദൈവത്താൽ വിടുവിക്കപ്പെട്ട ജനമാണ്, ദൈവത്താൽ നയിക്കപ്പെടുന്ന ജനമാണ്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പുറപ്പെടുവിക്കപ്പെട്ട ജനമാണ്. പക്ഷെ മരുഭൂമിയിൽ അവർ എന്ത് ചെയ്തു? ഇല്ലാത്ത സ്ഥലത്ത് ഉഴന്നു നടന്നു. ജീവിതത്തിൽ ചില ഉഴൽച്ചകൾ കാണും കേട്ടോ. സംഗീതകാലം പറയുന്നുണ്ട്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. അതെല്ലാം ദൈവം എണ്ണി വെച്ചിട്ടുണ്ട്, നമ്മൾ എണ്ണിയിട്ടില്ല. എത്ര ഇടത്ത് ഉഴന്നിട്ടുണ്ട്, ഉഴന്നു നടന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ദൈവജനമാ, ദൈവം പറഞ്ഞിട്ടാ അഭിവാസം 4-ാം തീയതി പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച് പുളിപ്പില്ലാത്തപ്പം കൈപ്പിച്ചിലോടുകൂടി കയ്യിൽ വടി പിടിച്ച് അരകെട്ടി ചെരിപ്പിട്ട് ഒക്കെ ഇവർ കഴിച്ചവരാ. പക്ഷെ ഇപ്പം നടക്കുന്നതിലേക്കൂടെ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ്. സ്തോത്രം. ചില ഉഴൽച്ചകൾ ജീവിതത്തിൽ കടന്നു വരാം, പക്ഷെ അവിടെ ദൈവം കൈവിടത്തില്ല. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നുണ്ട്. എണ്ണി ദൈവം വെക്കുക. എല്ലാം ദൈവം എണ്ണി വെക്കും, കുറിച്ചു വെക്കും ദൈവം. ദാവീദിനോട് പറഞ്ഞില്ലേ, പ്രൈസ് ദി ലോർഡ്, ശൗലിനോട് പറഞ്ഞില്ലേ, ഞാൻ അന്ന് അമാലേക്കർ നിന്നോട് ചെയ്തതിനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കുറിച്ചു വച്ചിരിക്കുന്നു. ശൗലിൻ്റെ രാജപട്ടത്വം കിട്ടിയതിന് ശേഷം ആദ്യത്തെ ദൗത്യം അമാലേക്കരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം പറയുന്നൊരു ഭാഗമാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. അന്ന് അമാലേക്കർ ഇസ്രായേലിനോട് ചെയ്തതിനെ ഞാൻ എന്ത് ചെയ്തു? കുറിച്ചു വച്ചിരിക്കുന്നു. ദൈവം മറക്കത്തില്ല കേട്ടോ. നാം ചെയ്തൊന്നും മറന്നിട്ടില്ല. ശത്രു നമ്മോട് ചെയ്തു ദൈവം മറന്നിട്ടില്ല. തക്ക സമയത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. അപ്പോൾ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഈ ജനം എന്ത് ചെയ്തു? ഉഴന്നു നടന്നു. 4-ാം വാക്യം. ഇനി അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവപൈതലേ, ഉഴൽച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴിയാണ് ശരിയായ വഴി. പ്രൈസ് ദി ലോർഡ്. എന്തിനാ നടത്തിയത്? എന്തിനാ ഉഴൽച്ച വന്നത്? എന്തിനാ മാറ വന്നത്? എന്തിനാ എലിം തന്നത്? പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. എൻ്റെ ദൈവം എന്നെ നടത്തിയ ചൊവ്വായ വഴികൾക്കായി ഇന്ന് തൽക്കാലം കാലങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് തോന്നും ഇത് ചൊവ്വല്ല, ഇത് നല്ലതായിരുന്നില്ലല്ലോ, ഇത് മോശമായി പോയല്ലോ എന്ന് നമുക്ക് തോന്നും. ഇല്ല, ദൈവം നടത്തുന്ന വഴിയാണ് ചൊവ്വായ വഴി. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ദൈവം നടത്തുന്ന വഴി, പ്രൈസ് ദി ലോർഡ്, വേദനയുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും നിരാശയുണ്ടെങ്കിലും ഇന്ന് പൽക്കാലം ധൈര്യപ്പെടാൻ. കർത്താവിൽ എൻ്റെ ദൈവം എന്നെ അപ്പുറത്തെത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഓരോ ചുവടുവെപ്പിലും കൂടെയുണ്ടെങ്കിൽ ദൈവമക്കളെ തക്ക സ്ഥലത്ത് ചെന്നെത്തുവാൻ നമുക്ക് ഇടയായിത്തീരും. ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും ഒരു പക്ഷേ എല്ലാം പ്രാർത്ഥിച്ചു മാറി എന്ന് വരികയില്ല. പക്ഷെ ഒരു കാര്യം നിശ്ചയമാണ്, ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാം മുന്നേറുവാനായി നമുക്ക് ഇടയായി തീരണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ചിന്തകൾ പറയണമെന്നുള്ള സമയത്തിൻ്റെ പരിധിയുണ്ടല്ലോ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏറ്റവും അധികം വേദന അനുഭവിക്കുമ്പോഴൊക്കെയാണ് ദൈവ സാന്നിധ്യം കൂടുതൽ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മരുഭൂമി യാത്രയിൽ ഓരോ ദിവസവും പ്രിയനോട് ചേർന്ന്, പ്രിയനോട് ചാരിക്കൊണ്ട്, പ്രിയൻ്റെ ശബ്ദം കേട്ട്, പ്രിയൻ്റെ കരം പിടിച്ച് ഓരോ ദിവസവും ജയകരമായി വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ടവരൊക്കെ നന്ദി പറയുന്നു. പ്രിയ തോമസങ്ങൾ കുടുംബ
കുടുംബം, പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയെ ദൈവം വളർത്തട്ടെ. ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠമായ അനുഭവത്തിൽ കൂടി ദൈവം ജയകരമായി നമ്മെ വഴി നടത്തുവാൻ ബലമുള്ള കരങ്ങളെ കേൾപ്പിക്കാൻ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.